ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചകിരി വെച്ചിട്ടാണ്. ഇതൊരു ക്രാഫ്റ്റ് ഒന്നുമല്ല, ഒരു ഹാക്കാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചകിരി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചകിരി വെച്ചിട്ട് നമുക്കിന്ന് സൂപ്പർ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. ഒന്നല്ല 3 ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചകിരി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഈ 3 ഐഡിയാസും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമ്മുടെ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ധാരമായിട്ടുള്ള ചകിരി എടുത്തിട്ടുണ്ട്. ചകിരി ഇതുപോലെയൊക്കെ ഒന്ന് വച്ച് കൊടുത്തിട്ട് നമുക്ക് ആ കട്ടിയുള്ള താഴത്തെ പോർഷനാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ചകിരിയായിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും, കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ. അങ്ങനെ നമ്മുടെ ചകിരി ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ആ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ആ കട്ട് ചെയ്ത പോർഷനും കൂടെ ഒന്ന് എടുത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് ഇത്തിരി കുറഞ്ഞു പോയി. നിങ്ങൾക്ക് എത്ര മാത്രം എടുക്കുക, തീരെ ഓവറായിട്ടല്ല, എന്നാലും എത്ര മാത്രം എടുക്കാൻ പറ്റുന്നു അത്രയും ഒന്ന് എടുക്കുക. ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും എടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ ഒരു പിടി പോലെ ഇത് ഇങ്ങനെ വച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചകിരി സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ താഴ്ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു നൂലെടുക്കുന്നുണ്ട്. നൂലെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കെട്ടണം, ഒരിക്കലും അഴിഞ്ഞു വരാൻ പാടില്ല. പക്ഷേ എൻ്റെ നൂല് എന്നെ ചതിച്ച് കളഞ്ഞു. ആദ്യത്തെ കെട്ടി തന്നെ എൻ്റെ കയ്യിൽ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നില്ല. വീണ്ടും ഞാൻ നന്നായിട്ടൊന്ന് കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചകിരി മാക്സിമം ഒരു ഇത്തിരി കൂടെ, ഇപ്പോൾ എടുത്തതിനേക്കാളും കുറച്ചുകൂടെ വച്ചു കൊടുത്താൽ ഈ ഒരു സംഭവം നമ്മൾ ചെയ്തു വരുമ്പോൾ സെറ്റാക്കി കിട്ടുക. നിങ്ങൾക്ക് വരുന്ന ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അത്രയും കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു നൂല് കൂടെ ഒന്ന് കെട്ടി, ഈ ഒരു ഇത്തിരി കട്ടിയുള്ള ഈ ഒരു നൂല് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് ആയിട്ടുള്ള ആ നൂല് കട്ട് ചെയ്തൊന്നും കളയണ്ട, അത് ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി അതും കെട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചകിരി വെച്ചിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ചകിരി വെച്ചിട്ട് ഞാൻ മുൻപൊന്നും വീഡിയോസ് ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ 3 ക്രാഫ്റ്റും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രാഫ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, 3 ഐഡിയാസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനത്തെ അത്രയും കെട്ടി കൊടുത്തതിന് ശേഷം താഴ്ഭാഗം ഒരേ ലെവലിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നൂലങ്ങനെ കിടന്നോട്ടെ. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. റെഡി ആവുമോ എന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ, പൊട്ടോ എന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ. അങ്ങനെ വീണ്ടും ഒരു കെട്ട് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കെട്ടിൽ എൻ്റെ നൂലങ്ങ് പൊട്ടി, പട്ടം പൊട്ടുന്നതുപോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത്രമാത്രം എൻ്റെ ബലം ഞാൻ അത്രയ്ക്ക് വലിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം നൂലെൻ്റെ കയ്യിൽ പൊട്ടി വന്നിട്ടുള്ളത്. എന്നാലും തളരില്ല രാമൻകുട്ടി, തളരില്ല. കുറച്ച് നൂലൂടെ ബാലൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ടായിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും, എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത് അത്രയും ഒന്ന് സെറ്റായി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ ഈ ഒരു ചകിരി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെറ്റായി ഇരിക്കുമായിരുന്നു. നല്ല കട്ടിയായിട്ട് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെയൊക്കെ അതിരിക്കുമായിരുന്നു. പക്ഷേ അതെൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തെടുക്കണേ. കുറച്ചുകൂടെ ചകിരി വെച്ചിട്ട് അതിനൊന്ന് കെട്ടിയെടുക്കാൻ നോക്കുക. എന്നിട്ട് ആ മുകളിലുള്ള ഇത്രയും പോർഷനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ഉള്ളിൽ ഞാൻ മുൻപേ തുടങ്ങിയപ്പോഴേ ഇത് ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിൽ ഈ ഒരു നൂനൊന്ന് കയറ്റി കൊടുക്കുക. കയറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു മുകൾ ഭാഗത്ത് നമുക്ക് അതിനൊന്ന് ഒരു കെട്ടിട്ട് കൊടുക്കേണ്ടതുണ്ട്. കാര്യം ഇത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കണമല്ലോ.
ആദ്യം ട്രൈ ചെയ്തു, രണ്ടാമതും ട്രൈ ചെയ്തു, മൂന്നാമത്തെ ട്രൈയിൽ സംഭവം സെറ്റായിട്ടുണ്ട്. അല്ലെങ്കിൽ സൂചിയിൽ നൂല് ഒരുക്കുന്നതും ഇങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ചെയ്തു. അവസാനത്തെ ട്രൈ അത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതിൽ നൂലും കയറ്റി ഇത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ ആ നീളത്തിനെടുത്തിട്ടില്ലേ ആ ഒരു നൂല്, ആ നൂലിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇത്തിരി കട്ടിയുള്ള അല്ലെ വലിയ മുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം, അല്ലെങ്കിൽ ചെറിയൊരു കമ്പിൻ്റെ കഷ്ണമായാലും മതി, അല്ലെങ്കിൽ ഈർക്കിലായാലും മതി. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഈ ഒരു സംഭവമാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലും എനിക്ക് പാളിപ്പോയി. ടൈറ്റ് ചെയ്തപ്പോൾ സംഭവം ഇത്തിരി നൂല് ഇതിൻ്റെ ഇടയിൽ കണ്ടില്ലേ, ഇത്തിരി നൂല് ഇതിൻ്റെ ഇടയിൽ വിട്ട് നിൽക്കുമായിരുന്നു. സംഭവം ടൈറ്റായി ഇരുന്നില്ല. കണ്ടില്ലേ, ഇത്തിരി ലൂസായി കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നന്നായിട്ട് ഇറുക്കി കെട്ടുന്ന രീതിക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചകിരി വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്ലാസ്റ്റിക് ആയിരിക്കും നിങ്ങൾ കൂടുതൽ കാണാറുള്ളത്. ഇതൊക്കെ നമ്മുടെ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. പകരം ഷോപ്പിൽ നിന്നൊന്നും മേടിക്കേണ്ട, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ഐഡിയാസ് അല്ലേ. ഈ ഒരു ചകിരി ചീത്തയാകുമ്പോൾ അടുത്ത ചകിരി വെച്ചിട്ട് ഇതുപോലെ കെട്ടി സെറ്റാക്കാം. അങ്ങനെ ഞാനെൻ്റെ സിങ്ക് കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. അപ്പോൾ എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം. ഇത്തിരി കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഇത്തിരി കൂടെ ചകിരി ഉണ്ടായിരുന്ന കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കിട്ടുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഈ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. കഴുകി നമുക്ക് യൂസ് ആക്കാം. ചീത്തയാകുമ്പോൾ മാറ്റി കൊടുത്താൽ പോരെ, അടുത്ത ചകിരി എടുക്കുക. ഇതുപോലെ ചകിരിക്ക് വേറെ തേങ്ങയൊക്കെ ഉള്ളവർക്ക് ചകിരിക്ക് വേറെ ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചകിരിയിലുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐഡിയ നമ്പർ 2, രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ചകിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം ചകിരിയുടെ മുകൾ ഭാഗത്തിരിക്കുന്ന ആ ഒരു പഞ്ഞി പോലത്തെ ആ ഒരു ചകിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യമില്ലാത്ത ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ പഞ്ഞി പോലത്തെ ഭാഗത്തിന് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം നമുക്കതിനെ ഇതുപോലെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നു അത്രയും വേർതിരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചകിരിയുടെ പഞ്ഞി ഉണ്ടല്ലോ, ചകിരിച്ചോറ്. അപ്പോൾ ആ ഒരു ചകിരിച്ചോറിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വേർതിരിക്കുമ്പോൾ അതങ്ങനെ താഴെ വീണോളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക. മാക്സിമം ആ ഒരു ചകിരിയുടെ ഈ ഒരു ടോപ്പിലിരിക്കുന്ന ഈ ഒരു പോർഷൻ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും വേർതിരിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചകിരിച്ചോറെല്ലാം പോയി കിട്ടും. ഇത് കണ്ടില്ലേ, ഒരുപാട് ചകിരിച്ചോറ് ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കളയേണ്ട, ചെടിയുടെയൊക്കെ ചുവട്ടിലിട്ട് കൊടുത്താൽ നല്ലൊരു വളം കൂടെയാണ് ഈ ഒരു ചകിരിച്ചോറ്. ഇതൊക്കെ പുറത്തുനിന്ന് ആളുകൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു ഐറ്റവും കൂടിയാണ് ഈ ഒരു ചകിരിച്ചോറ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാനൊരു നെറ്റ് എടുക്കുന്നുണ്ട്. മോളുടെ ഒരു പഴയ ഫ്രോക്കിലുണ്ടായിരുന്ന നെറ്റാണ്, ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഇതുപോലത്തെ ഷോൾ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഈ ഒരു ചകിരി ഒന്ന് വച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കാൻ നോക്കുവാണ്. സംഭവം സെറ്റാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ചെയ്തപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഇത്തിരി അടുപ്പിച്ചിരുന്ന കുറച്ച് ചകിരികൾ ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് റെഡിയാക്കി കൈകൊണ്ട് തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നല്ലോണം ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊടി മുഖത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. തുമ്മലൊക്കെ ഉള്ളവർ മാസ്കൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അതത്രയും റെഡിയാക്കി കൊടുത്തു. നമ്മുടെ നെറ്റ് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. മടക്കി എടുത്തതിന് ശേഷം ഞാനൊരു സൂചി നൂലും എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, അതിൽ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് തുന്നിയെടുക്കണം. റബ്ബർ ബാൻഡൊക്കെ ഇട്ടാൽ കറക്റ്റായിട്ട് ഇരിക്കാൻ സാധ്യതയില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും.
അല്ലാതെ നൂല് വെച്ച് കെട്ടിയാലും ചിലപ്പോൾ പൊട്ടി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു നൂല് സൂചിയും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നന്നായിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് തുന്നിയെടുത്താൽ അത് പെർഫെക്റ്റായിട്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ഐറ്റത്തിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് കുളിക്കുമ്പോൾ സോപ്പ് തേക്കുന്ന സമയത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് യൂസാക്കാം. അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകാൻ പറ്റും. പൊതുവേ എല്ലാവരും സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയൊക്കെ സ്ക്രബ്ബേഴ്സാണ് യൂസ് ചെയ്യാറ്. പക്ഷേ അതൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കരി പോലുള്ള സാധനങ്ങളൊക്കെ പോകും. പക്ഷേ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ ആ ഒരു സ്റ്റീലായിട്ട് അല്ലെങ്കിൽ അലുമിനിയം പോലെ ഇരിക്കുന്ന ആ ഒരു സംഭവം നമ്മുടെ പ്ലേറ്റിലും പാത്രത്തിലുമൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അത് ഉള്ളിലോട്ട് പോയാൽ ഭയങ്കര വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് ഈ ഒരു സംഭവത്തിലൂടെയാണെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ സാധ്യത ഒട്ടുമില്ല. കാര്യം ഇതൊരു നെറ്റ് കൊണ്ടുകൂടെ ഇത് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു നെറ്റ് കൊണ്ടില്ലേ, അപ്പോൾ അതൊരിക്കലും ഉള്ളിൽ വരാൻ സാധ്യതയില്ല. പിന്നെ ഇത് കേടായാൽ നമുക്ക് അഥവാ ഈ ഒരു ചകിരി ചീത്തയായി പോയാൽ നമുക്ക് വേറൊരു ചകിരി എടുത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ പോരെ. വെറുതെ എന്തിനാ കാശ് കൊടുത്ത് മേടിച്ച് ഈ കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെയാണ്. പക്ഷേ ഇത് എക്കോ ഫ്രണ്ട്ലിയുമാണ്. നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്ന ഒരു ഐറ്റമാണ്. വെറുതെ ചകിരിയിട്ട് ചെയ്യുന്നതിനേക്കാൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഈ ഒരു പാത്രത്തിലിരിക്കുന്ന വേസ്റ്റൊന്നും പെട്ടെന്ന് ആകാൻ സാധ്യതയില്ല. അങ്ങനെ രണ്ടാമത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഐറ്റത്തിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ ഐറ്റത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്പെടുക്കുന്നുണ്ട്. കമ്പോ ചെറിയ പീസ് തടിയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. തടിയല്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, ഫ്ലൈവുഡ് അല്ലല്ലോ, അങ്ങനെ അല്ല വേണ്ട. നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കമ്പെടുത്താൽ മതി. പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കമ്പെടുക്കുന്നതായിരിക്കും നല്ലത്. ഒടിഞ്ഞു പോകാത്ത കമ്പെടുക്കുക. അപ്പോൾ അതെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് നൂല് വെച്ചിട്ട് ആ ഒരു പ്ലാസ്റ്റിക് കവറിനെ ചുറ്റിയതിന് ശേഷം നൂല് വെച്ചിട്ട് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് സെക്യൂർഡാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്രയും നൂല് വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവറും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചകിരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ അതിനെ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മാക്സിമം പറ്റുന്ന അത്രയും ഒന്ന് വേർതിരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ചകിരിച്ചോറ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ചെയ്യുന്നതിലൂടെ ഈ ചകിരിച്ചോറ് മാറ്റിയതിന് ശേഷം ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ വളമായിട്ടിട്ട് കൊടുക്കുക. നല്ല ഫലപുഷ്ടിയുള്ള വളം തന്നെയാണ് ഈ ഒരു ചകിരിച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക, ശ്രദ്ധിക്കുക. അങ്ങനെ ഈ ചകിരിയിലുള്ള എല്ലാ ചകിരിച്ചോറും നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. തീരെ ഇതിന് വേണ്ടിയിട്ട് ആരോഗ്യം കളയൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ താഴെ വീഴുന്നതാണ്. അറിയാമല്ലോ, വീട്ടമ്മമാർക്കൊക്കെ ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ഇതറിയാം. വീട്ടമ്മമാർക്കും അല്ലാതെ എല്ലാവർക്കും ഇതറിയാന്നുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് വേർതിരിച്ചാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് വേർതിരിഞ്ഞ് വന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ജസ്റ്റ് ഒരു ഹൃദയ ഹാർട്ടോ അല്ലെങ്കിൽ സ്മൈലോ എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എന്തായാലും നിങ്ങൾ ഈ 3 വർക്കും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലായിട്ട് ചകിരി ഒന്ന് ഇതുപോലെ വച്ചു കൊടുക്കുന്നുണ്ട്. വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും വേണ്ട. മാക്സിമം നമ്മുടെ കുപ്പിക്കുള്ളിലോട്ട് ഇത് കയറാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഇത് കൊടുക്കുക. അയ്യോ, ആദ്യം തന്നെ ഞാൻ ഒരു സസ്പെൻസ് പൊട്ടിച്ചു, സോറി. അപ്പോൾ ഇത് നമ്മുടെ കുപ്പി കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ചെയ്തില്ല. അപ്പോൾ കുപ്പി കഴുകാൻ എന്തെങ്കിലും ഐറ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ അത്രയും സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. മാക്സിമം നമ്മുടെ കൈ കൊണ്ട് പറ്റുന്ന അത്രയും ഇതിനെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഒരു മുകളിലത്തെ ഒരു പോർഷൻ ഞാൻ നൂല് വെച്ച് കെട്ടി കൊടുത്തതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്.
അങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത ചകിരിയുടെ മുകളിലായിട്ട് നൂല് വെച്ചിട്ട് വീണ്ടും അത് സെക്യൂർഡാക്കി കൊടുക്കുന്നുണ്ട്. മാക്സിമം പറ്റുന്ന അത്രയും സെക്യൂർഡാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു താഴ്ഭാഗത്ത് ആവശ്യമില്ലാതെ കുറേ ചകിരി ഇരിപ്പുണ്ട്, അതിനെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഇനിയുണ്ട് പരിപാടി. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവറായിട്ട് ഇതിൽ ചകിരി വെക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൽ പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിപ്പോൾ ആരും പേടിക്കണ്ട. അയ്യോ, അപ്പോൾ നമ്മൾ ഈ കഴുകുന്ന എന്തായാലും പ്ലാസ്റ്റിക് ബോട്ടിലല്ലേ, അതിനൊന്നും ഒരു കാര്യവുമില്ല. അത് ഉൾഭാഗത്തല്ലേ ഇരിക്കുന്നത്. അല്ലെങ്കിലും ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് എത്രയോ പേര് പ്ലാസ്റ്റിക് കവർ കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകുന്നു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ പ്ലാസ്റ്റിക് അടുപ്പിലിട്ടതിന് ശേഷം അത് കത്തിച്ച് പാചകം ചെയ്യാതിരുന്നാൽ മതി. എന്നിട്ട് ഞാൻ നേരത്തെ എടുത്ത നെറ്റിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ അതിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് വച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കുക. സെറ്റാക്കി കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടി അതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴ്ഭാഗത്തുള്ള വേസ്റ്റായിട്ടുള്ള നെറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ ആവശ്യമില്ല, കട്ട് ചെയ്തങ്ങ് മാറ്റുക. ഇപ്പോൾ ഉണ്ടായിരുന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാലും കട്ട് ചെയ്ത് മാറ്റുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് സംഭവം ഇരുന്നോളും. അങ്ങനെ ഇതേ ചകിരി വെച്ചിട്ടുള്ള 3 ഐറ്റം റെഡി ആയിട്ടുണ്ട്. 3 യൂസ്ഫുൾ ഐറ്റമാണ്. പാചകം ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും ഒക്കെ യൂസ്ഫുൾ ഐറ്റമാണ്. കിച്ചണിൽ എന്തായാലും നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു 3 ഐറ്റം ഇരുന്നോട്ടെ. അപ്പോൾ ഇത് ചകിരി ആയതുകൊണ്ട് തന്നെ കേടായി പോയാലും ചീത്തയായി പോയാലും നമുക്ക് മാറ്റി വേറെ ചകിരി വെച്ച് സെറ്റാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതല്ലേ ഉള്ളൂ. പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും മുമ്പേ ഒന്ന് ഷൈൻ ചെയ്യാമല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയാണെന്നെങ്കിലും ഒന്ന് പറയാമല്ലോ. അതുമല്ല നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.